ഫെബ്രുവരി 1-ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിനെ മമതാ ബാനർജിയും എം.കെ. സ്റ്റാലിനും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു. ബജറ്റ് ദിശാബോധമില്ലാത്തതും പാവപ്പെട്ടവർക്ക് എതിരാണെന്നും അവർ ആരോപിച്ചു. 2020-ലെ ചൈന അതിർത്തി തർക്കത്തെക്കുറിച്ച് മുൻ സൈനിക മേധാവി ജനറൽ എം. നരവാനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ഭാഗങ്ങൾ രാഹുൽ ഗാന്ധി ഉദ്ധരിക്കാൻ ശ്രമിച്ചത് സഭയിൽ ഭരണ-പ്രതിപക്ഷ വാക്കേറ്റത്തിന് കാരണമായി. മണിപ്പൂരിലെ എല്ലാ ബി.ജെ.പി. എം.എൽ.എമാരെയും കേന്ദ്ര നേതൃത്വം ഇന്ന് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഒരു വർഷത്തോടടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ അടിയന്തര നീക്കം. നിർണായക ധാതുക്കളെക്കുറിച്ചുള്ള മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യ മന്ത്രി എസ്. ജയശങ്കർ ഇന്നു മുതൽ അമേരിക്ക സന്ദർശിക്കും. ബജറ്റിന് ശേഷമുള്ള വലിയ ഇടിവിൽ നിന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ സെൻസെക്സും നിഫ്റ്റിയും ഭാഗികമായി തിരിച്ചുവരവ് നടത്തി. ബജറ്റിന് പിന്നാലെ സ്വർണ്ണവിലയിൽ ഏകദേശം 3% കുറവുണ്ടായി. വെള്ളി വിലയിലും വലിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2026-ലെ ഗ്രാമി അവാർഡിൽ ദലൈലാമ തന്റെ ആദ്യ ഗ്രാമി പുരസ്കാരം നേടി. ദലൈലാമയ്ക്ക് ഗ്രാമി പുരസ്കാരം നൽകിയതിനെ ചൈന കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ബെയ്ജിങ്ങിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ ആയുധമായാണ് ഈ പുരസ്കാരം ഉപയോഗിക്കപ്പെടുന്നത് എന്ന് ചൈന. പാകിസ്ഥാനെ 58 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യയുടെ അണ്ടർ-19 ടീം സെമി ഫൈനലിൽ പ്രവേശിച്ചു.